Today we are discussing about biofuels. Biofuel is a fuel which is produced from organic products and waste. ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂവൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബയോഫ്യൂവൽസ്. ആ നെയിമിൽ തന്നെ ഉണ്ട് അല്ലെ, ബയോ മീൻസ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന, ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഫ്യൂവൽസിനെയാണ് നമ്മൾ ബയോഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഫ്യൂവൽ എക്സാമ്പിൾ പറഞ്ഞേ? ബയോഫ്യൂവൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫ്യൂവലിന് എക്സാമ്പിൾ പറഞ്ഞേ, ബയോഫ്യൂവലിന് ഒരു എക്സാമ്പിൾ. അതായത് ലിവിങ് തിങ്സിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന എന്താ പറയാ, അത്തരം ഫ്യൂവൽസിനെയാണ് നമ്മൾ ബയോഫ്യൂവൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്യൂവൽ പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ആരാ? അഭിജിത്ത്. ഓക്കെ, ഗിവ് an example of a biofuel. ബയോഫ്യൂൽ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫ്യൂവൽസിനെയാണ് ബയോഫ്യൂൽസ് എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു ബയോഫ്യൂൽ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബയോഫ്യൂൽ ഉണ്ടല്ലോ, ഫ്യൂവൽ ഏതാ? മറ്റേ ആനിമൽ എക്സ്ക്രീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബയോഫ്യൂൽ. ഓക്കെ ഓക്കെ, അത് ഓക്കെ, പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ ഓയിലും ഉണ്ട്. വെജിറ്റബിൾസ് ഓയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ബയോഗ്യാസ് ഇല്ലേ, ബയോഗ്യാസ് ഒരു എക്സാമ്പിൾ അല്ലേ? അല്ലെ, ബയോഗ്യാസ്, ബയോ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എന്തിനാ അല്ലെ, ആനിമൽസിന്റെയും നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ അല്ലെ, അതിൽ നിന്നാണല്ലോ, ലിവിങ് ഓർഗാനിസത്തിന്റെ വേസ്റ്റ് നിന്നാണല്ലോ നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ബയോഗ്യാസ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്, ബയോഫ്യൂലിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, biofuels are fuels that are derived from biomass, recently living organisms or their metabolic byproducts. Typically, biofuel is burned to release its stored chemical energy. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, ജസ്റ്റ് വായിച്ചു പോകാം. ബയോമാസ് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് ആസ് ഫ്യൂവൽ ഓർ ടു പ്രൊഡ്യൂസ് ലിക്വിഡ് ബയോഫ്യൂവൽ. അല്ലെ, ബയോമാസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് ലിക്വിഡ് ബയോഫ്യൂൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. Then agriculturally produced biomass fuels such as biodiesel, ethanol and bagasse. Bagasse means the byproduct of sugarcane cultivation. Can be burned in internal combustion engines or boilers. Okay, biofuels are also known as agrofuels. Okay, since derived from biomass or bio waste. അപ്പം ബയോഫ്യൂവലിന് വേറൊരു പേര് പറയുന്നുണ്ട്, അഗ്രോഫ്യൂവൽ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാ? അത് അത് എന്തോ ബയോമാസിൽ നിന്നോ അല്ലെങ്കിൽ ബയോ വേസ്റ്റിൽ നിന്നാണോ അത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്തും പറയാം, അഗ്രോഫ്യൂവൽ എന്നും വിളിക്കാം. Okay, it can be used for any purposes, but the main use is in the transportation sector. അല്ലെ, ബയോഫ്യൂൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ട്രാൻസ്പോർട്ടേഷൻ സെക്ടേഴ്സിലായിരിക്കും. മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾസ് റിക്വയർ ഫ്യൂവൽ വിച്ച് പ്രൊവൈഡ് ഹൈ പവർ ആൻഡ് ആർ dense so that storage is easier. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. These engines require fuels that are clean and are in the liquid form. The most important advantage of using liquid as fuel is that they can be easily pumped and can also be handled easily. അല്ലെ, നമ്മളിത് യൂസ് ചെയ്യുന്നതിന് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? പെട്ടെന്ന് പമ്പ് ചെയ്യാനായിട്ടും പറ്റും, പിന്നെ നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. And this is the main reason why almost all the vehicles use liquid form of fuels or combustion purpose. കമ്പഷൻ പർപ്പസ് അല്ലെ. അപ്പൊ നമ്മൾ കമ്പഷൻ പർപ്പസിൽ ലിക്വിഡ് ഫോം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ, പമ്പ് ചെയ്യാനൊക്കെ ഈസി ആയതുകൊണ്ടാണ് ലിക്വിഡ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബയോഫ്യൂവൽസ് ആർ ദ ബെസ്റ്റ് വേ ഓഫ് റെഡ്യൂസിങ് ദ എമിഷൻ ഓഫ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ പറഞ്ഞല്ലോ, ലിവിങ് ഓർഗാനിസത്തിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എക്സ്ക്രീഷൻസ് ഒക്കെ നിന്നാണ് നമ്മൾ അതിന്റെ എന്താ പറയാ, മെറ്റബോളിക് വേസ്റ്റിൽ നിന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബയോഫ്യൂവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബയോഫ്യൂൽ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെ, ബയോ മീൻസ് എക്കോ അല്ലെ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഫ്യൂൽസ് എന്ന് പറയുമ്പോഴേക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും.
They can also be looked upon as a way of energy security which stands as an alternative of fossil fuels that are limited in availability. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന അതിന്റെ ഒരു എന്താ പറയാ നമുക്ക് അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഫ്യൂവൽസ് ആയിട്ട്, അതായത് ഫോസിൽ ഫ്യൂവലിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബയോഫ്യൂവൽസ് യൂസ് ചെയ്യാം. Today, the use of biofuels has expanded throughout the globe. Theoretically, biofuel can be easily produced through any carbon source, making the photosynthetic plants the most commonly used material for production. Almost all types of materials derived from the plants are used for manufacturing biofuel. അപ്പം എല്ലാം ഏതൊരു ടൈപ്പും ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ബയോഫ്യൂൽ നമുക്ക് എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാം. അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഏതൊരു പ്ലാന്റ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്തെടുക്കാം? നമുക്ക് ബയോഫ്യൂൽസ് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. There are two methods currently used to convert the biomass energy into liquid fuel. In the first one, അപ്പൊ ബയോമാസ് എനർജിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ two methods ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. First one, sugar crops or starch are grown and through the പ്രോസസ് ഓഫ് ഫെർമെന്റേഷൻ. ഇപ്പൊ ഫെർമെന്റേഷൻ വഴി, അതായത് ഷുഗർ കെയിനെ ഫെർമെന്റേഷൻ നടത്തി നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും? എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ദ സെക്കൻഡ് മെത്തേഡ്, പ്ലാന്റ്സ് ആർ ഗ്രോൺ ദാറ്റ് നാച്ചുറലി പ്രൊഡ്യൂസ് ഓയിൽ ലൈക്ക് ജാത്രോഫ ആൻഡ് ആൽഗെ. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ഏത് പ്ലാന്റിൽ നിന്നും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്, അതായത് ജാത്രോഫ, ആൽഗെ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് നാച്ചുറൽ ആയിട്ട് തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. അപ്പൊ അത്തരം പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തെടുക്കാം? ബയോഫ്യൂൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദീസ് ഓയിൽസ് ആർ ഹീറ്റഡ് ടു റെഡ്യൂസ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുന്നത്? ഈ ജാത്രോഫ ആൻഡ് ആൽഗെ എന്ന് പറയുന്ന ഈ ഓയിൽസ് ഒക്കെ എന്ത് ചെയ്യും? ദീസ് ഓയിൽസ് ആർ ഹീറ്റഡ് ടു റെഡ്യൂസ് ദെയർ വിസ്കോസിറ്റി ആഫ്റ്റർ വിച്ച് ദേ ആർ ഡയറക്ട്ലി യൂസ്ഡ് ആസ് ഫ്യൂൽസ്. അപ്പം അതെന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോഴത്തേനും അതിന്റെ വിസ്കോസിറ്റി, ആ ഓയിലിലുള്ള വിസ്കോസിറ്റി കുറച്ച് കുറയ്ക്കും. അതിനുശേഷം നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫ്യൂൽ ഫോർ ഡീസൽ എൻജിൻസ്. This oil can be further treated to produce biodiesel, which can be used for various purposes. Okay. Then biofuel is the fuel which is produced from organic products and waste. Parnallo. The common commercially used biofuels are bioethanol, biodiesel and biomethane. These are the commonly used biofuels. Okay. Commercially used biofuels. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കൊമേഴ്ഷ്യൽ ആയിട്ട്, അതായത് നമ്മൾ വാങ്ങിച്ചിട്ടല്ലേ, പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ബയോഫ്യൂൽസ് ആണ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോഫ്യൂൽസ് ആണ് ബയോ എത്തനോൾ, ബയോഡീസൽ ആൻഡ് ബയോമീത്തേൻ എന്ന് പറയുന്നത്. Bioethanol is made from sugar, algae, wheat and sugar beet. Biodiesel is made from vegetable oil, algal lipids and animal fats. Okay. Biomethane can be produced from waste organic material, sewage, agricultural waste and domestic waste. അപ്പം ബയോമീത്തേൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ വേസ്റ്റും സ്യൂവേജിൽ നിന്നും ഡൊമസ്റ്റിക് വേസ്റ്റിൽ നിന്നൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ്. വെറാസ് ബയോഡീസൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വെജിറ്റബിൾ ഓയിൽ, ആൽഗൽ ലിപ്പിഡ് ആൻഡ് ആനിമൽ ഫാറ്റ്സ്. ആൻഡ് ബയോഎത്തനോൾ ഈസ് മെയ്ഡ് ഫ്രം ഷുഗർ, ആൽഗെ ആൻഡ് wheat and sugar beet. Okay. Then biofuels can be classified into three categories. First one is first generation biofuel, and second one is second generation biofuel, and third one is third generation biofuel. Okay. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നത്. First generation biofuel. First generation biofuels are made from sugar, starch or vegetable oil. They differ from second generation biofuel in that their feedstock means the plant or algal material from which they are generated. Feedstock എന്ന് പറയുന്നത് എന്താ? അതായത് ഏത് പ്ലാന്റിൽ നിന്നാണോ, ഏത് മെറ്റീരിയലിൽ നിന്നാണോ, ഏത് ആൽഗൽ മെറ്റീരിയലിൽ നിന്നാണോ നമ്മുടെ ബയോഫ്യൂൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്, ആ പ്ലാന്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു അതിന്റെ സോഴ്സിനെയാണ് നമ്മൾ, ബയോഫ്യൂൽ ഏതിൽ നിന്നാണോ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താ?
First generation biofuel are made from sugar, or starch or vegetable oil. They differ from second generation biofuel in that their feedstock. അപ്പോൾ അതും ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും തമ്മിൽ ഡിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫീഡ് സ്റ്റോക്കിലാണ് അവർ ഡിഫർ ചെയ്യുന്നത്. അതായത് അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ സോഴ്സിൽ നിന്നാണ്. അതായത് ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂലും സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂല് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് അതിന്റെ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇസ് നോട്ട് സസ്റ്റൈനബിൾ ഓർ ഗ്രീൻ ഓർ ഇഫ് യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി വുഡ് ഹാവ് ലാർജ് ഇമ്പാക്ട് ഓൺ ദ ഫുഡ് സപ്ലൈ. അതായത് അവരുടെ ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂൽസിന്റെ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അല്ല, അല്ലെങ്കിൽ ഗ്രീൻ അല്ല. അതുമല്ല അത് കൂടുതലായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. അവരുടെ ഫീഡ് സ്റ്റോക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഒരു ലാർജ് ഇമ്പാക്ട് ഓൺ ഫുഡ് സപ്ലൈയിൽ വലിയൊരു ഇമ്പാക്ട് തന്നെ സൃഷ്ടിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നതിന്റെ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അല്ല, ഗ്രീൻ അല്ല. പിന്നെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, സസ്റ്റൈനബിൾ അല്ല എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ കൺസംഷൻ ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് സപ്ലൈനെ അത് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂൽസ് ആർ ദി ഒറിജിനൽ ബയോഫ്യൂൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെജോറിറ്റി ഓഫ് ബയോഫ്യൂൽസ് കറന്റ്ലി ഇൻ യൂസ്ഡ്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂൽ തന്നെയാണ്. Okay, then second generation biofuels are greener in that they are made from sustainable feedstock. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഗ്രീനർ ആണ്, അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ഫീഡ് സ്റ്റോക്ക് ആണ് അവരുടേത്, അല്ലെ? അവരുടെ അത് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ഫീഡ് സ്റ്റോക്കിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ സോഴ്സ് എന്ന് പറയുന്നത് ഏത് പ്ലാന്റിൽ നിന്നാണോ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് ആ പ്ലാന്റിൽ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ആൽഗൽ മെറ്റീരിയൽ ആയിരിക്കും. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ ടേം സസ്റ്റൈനബിൾ ഈസ് ഡിഫൈൻഡ് ബൈ ദ അവൈലബിലിറ്റി ഓഫ് ഫീഡ് സ്റ്റോക്ക്. അവിടെ സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് അവരുടെ ഫീഡ് സ്റ്റോക്ക് സസ്റ്റൈനബിൾ ആണെന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥാക്കുന്നത്, അത് കൂടുതലായിട്ട് നമുക്ക് അതിന്റെ അവൈലബിലിറ്റി ഉണ്ട്, ആ ഫീഡ് സ്റ്റോക്ക് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആണ്. അതാണ് ഈ സസ്റ്റൈനബിൾ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ദ ഇമ്പാക്ട് ഓഫ് ഇറ്റ്സ് യൂസ് ഓൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ലാൻഡ് യൂസ്. At this point, most second generation fuels are under development and not widely available for use. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലായിട്ടും കറണ്ട് യൂസ് ചെയ്യുന്നത്, കറന്റ്ലി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ, ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂൽസ് ആണ്. Then third generation biofuels. The third generation biofuels has only recently entered the mainstream. ഇപ്പോഴാണ് ഫസ്റ്റ്, നമ്മൾ ആദ്യമൊക്കെ എന്തുണ്ടായിട്ടുള്ളൂ, ഈ ബയോഫ്യൂൽസിനെ രണ്ടായിട്ട് മാത്രമേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ. ഇപ്പോഴാണ് അതിനൊരു തേർഡ് ജനറേഷൻ കാറ്റഗറിയിലേക്ക് പെടുത്തിയിട്ടുള്ളത്. അതെന്താന്ന് വെച്ചാല് ഇറ്റ് റെഫേഴ്സ് ടു ബയോഫ്യൂൽ ഡിറൈവ്ഡ് ഫ്രം ആൽഗെ. അപ്പൊ സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂൽ എന്ന് പറയുന്നത് എന്താ, ബയോഫ്യൂൽസ് ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ആൽഗെ. ആൽഗയിൽ നിന്നും ഡിറൈവ് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ബയോഫ്യൂൽസിനാണ് നമ്മൾ തേർഡ് ജനറേഷൻ ബയോഫ്യൂൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, പ്രീവിയസ്ലി ആൽഗെ വർ ലംഡ് ഇൻ വിത്ത് സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂൽ. അപ്പൊ പണ്ട് എന്തായിരുന്നു, ആദ്യകാലത്ത് എന്തായിരുന്നു, ഈ ആൽഗയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഫ്യൂൽസിന് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂലിന്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു ആൽഗയിലുള്ള ജനറേഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ആൽഗയിൽ നിന്നും കൂടുതലായിട്ട് ബയോഫ്യൂൽസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ അവൈലബിലിറ്റി, കൂടുതലായിട്ട് നമുക്ക് അതിന്റെ ഒരു ക്യാപ്പബിലിറ്റി ഒക്കെ കൂടി വന്നതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ഒരു കാറ്റഗറി ആയിട്ട് വേറെ തന്നെ ഒരു കാറ്റഗറൈസ് ചെയ്തു, വേറെ തന്നെയായിട്ട് ഒന്ന് കാറ്റഗറൈസ് ചെയ്തു. അതായത് തേർഡ് ജനറേഷൻ ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തു. ഓക്കെ, when it became apparent that algae are capable of much higher yields with lower resource inputs than other feedstock, many suggested that they be moved to their own category. അപ്പൊ അങ്ങനെയാണ് അവർക്ക് വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് algae are capable of much higher yields with lower resource inputs than others feedback. അപ്പൊ വേറെ ഫീഡ്ബാക്കിൽ നിന്നും ഫീഡ് സ്റ്റോക്കിലേക്കാളും, അതായത് പ്ലാന്റ്സോ വേറെ എന്തെങ്കിലും ഫീഡ് സ്റ്റോക്കിലേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി എന്തിനുണ്ടായിരുന്നു, ഈ ആൽഗയിൽ നിന്നും ജനറേറ്റ് ചെയ്തെടുക്കുന്ന ബയോഫ്യൂൽസിന് പിന്നീട് കണ്ടെത്താനായിട്ട് പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവരുടെ ആ ക്യാപ്പബിലിറ്റി അനുസരിച്ച് അവരെ വേറെ തന്നെയായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്, അതായത് തേർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, first generation biofuels are also called conventional biofuel. It includes sugar, starch or vegetable oil. Then second generation biofuels, it's also known as advanced biofuels and can be manufactured from different types of biomass.
The biomass contains lignocellulosic materials like wood, straw, and waste plastic. First generation, it is also called conventional biofuel, and second generation biofuel is also called advanced biofuel, and third generation biofuel is extracted from algae, mostly marine algae. ആൽഗയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് തേർഡ് ജനറേഷൻ ബയോഫ്യൂൽ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും മറൈൻ ആൽഗയിൽ നിന്നാണ്, മറൈൻ എന്ന് പറയുന്നത് അല്ലെ കടലിലുള്ള ആൽഗയിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും തേർഡ് ജനറേഷൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കാറ്റഗറീസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ബയോഫ്യൂൽസ് എന്താന്ന് പഠിച്ചെടുക്കുക, പിന്നെ അതിന്റെ കാറ്റഗറൈസ് എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ബയോഫ്യൂൽസ് ഓവർ ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിനെ അപേക്ഷിച്ച് ബയോഫ്യൂൽസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് നോക്കാം. ഇറ്റ് ഇസ് ലോവർ എമിഷൻസ് ഗ്രീൻ ഗ്യാസ്. അപ്പൊ ഗ്രീൻ ഗ്യാസ് എന്ന് പറയുന്നത് ലോവർ എമിഷൻ ആണ്. ഫോസിൽ ഫ്യൂവൽസിനേക്കാളും കുറവാണ് എന്ത് ബയോഫ്യൂവൽസിലുള്ള എമിഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ എന്ന് പറയുന്നത്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ആണ് അല്ലെ, റിന്യൂവബിൾ സോഴ്സസ് ആണ്, ബയോഡിഗ്രേഡബിൾ ആണ്, സേഫർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബയോഫ്യൂൽ ഓവർ ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസിനേക്കാളും ബയോഫ്യൂവൽസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്നുള്ളത് പറയും. Okay, then common types of biofuels are bioethanol, biodiesel, biogas and biobutanol. First തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, common types of biofuels, commercially used, commonly used biofuels are bioethanol, biodiesel, biogas and biobutanol. First one, bioethanol. Bioethanol is produced by the fermentation of carbohydrate-rich source, which includes sugarcane, sugar beet, corn, etc. It is colorless and clear liquid. One of the widely used alternative automotive ഫ്യൂവൽ ഇൻ ദി വേൾഡ്. അപ്പൊ ബയോ എത്തനോൾ എന്ന് പറയുന്നത് നമ്മൾ വേൾഡിൽ കൂടുതലായി വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ബയോഫ്യൂവൽ ആണ്. ഓക്കെ, and it is produced by the fermentation of carbohydrate rich source which includes sugar cane. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള അത്തരം പ്ലാന്റ്സോ അത്തരം പ്ലാന്റ്സിന്റെ ബൈ പ്രൊഡക്ട്സിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുക, ഈ ബയോ എത്തനോള് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഷുഗർ കെയിൻ, ഷുഗർ ബീറ്റ് ഒക്കെ കൂടുതലായിട്ട്, കോണൊക്കെ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ, സ്റ്റാർച്ച് അടങ്ങിയ അല്ലെ, സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ബയോ എത്തനോൾ എന്ത് ചെയ്തെടുക്കുക, അത് ഫെർമെന്റേഷൻ ചെയ്തിട്ട് ആ ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെയാണ് ബയോ എത്തനോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഇസ് കളർലെസ് ആൻഡ് ക്ലിയർ ലിക്വിഡ്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് ഡിഫറെന്റ് സ്റ്റേജസ് ആണ് ബയോ എത്തനോളിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സ്റ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ മില്ലിംഗ്, ദെൻ ഫെർമെന്റേഷൻ. മില്ലിംഗ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻ സ്റ്റെമ്മും ഷുഗർ ബാഗസും തമ്മിൽ എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ്, ആ ഒരു സ്റ്റേജിനാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫെർമെന്റേഷൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിലേഷൻ, സെപ്പറേഷൻ ഓഫ് എത്തനോൾ. ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട്, അതായത് ഷുഗർ കെയിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ആൽക്കഹോൾ, ഏത് ആൽക്കഹോളാ, എത്തനോൾ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സിനാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ആ ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഡിസ്റ്റിലേഷൻ, അതായത് സെപ്പറേഷൻ ഓഫ് എത്തനോൾ. അതിൽ നിന്നും ഈ ഒരു കൺവേർഷനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത എത്തനോളിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. ദെൻ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അതിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പൊ അത്രയും പ്രോസസ്സിലൂടെയാണ് ബയോ എത്തനോള് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക, ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ നടക്കുന്ന കുറച്ച് കെമിക്കൽ റിയാക്ഷൻ ആണ് പറയുന്നത്. അതായത് സൂക്രോസിനെ എന്തായിട്ട് മാറ്റുന്നു, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു ഫസ്റ്റ് സ്റ്റേജില്. ദെൻ ഗ്ലൂക്കോസിനെ എന്തായിട്ട് ആ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ എന്തായിട്ട് ചെയ്യുന്നു, എത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Okay, and fermentation process requires 3 days to complete and is carried out at temperatures between 250 degrees Celsius and 300 degree Celsius. അപ്പോൾ ഈ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ 3 days എങ്കിലും വേണം. അത് എത്ര ടെമ്പറേച്ചറിലാണ്, 250 ഡിഗ്രി സെൽഷ്യസിലും 300 ഡിഗ്രി സെൽഷ്യസിലും അത്രയും ടെമ്പറേച്ചറിലാണ് അത് എന്ത് ചെയ്യുന്നത്, ആ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then advantages and disadvantages of bioethanol. Advantages are ethanol is renewable resource and ethanol is burns more cleanly in air than petroleum. The use of ethanol
reduce carbon dioxide emissions. ഓക്കെ, അപ്പൊ ബയോഫ്യൂൽസിന്റെ എന്താ അതേ അഡ്വാൻറ്റേജസ് തന്നെയാണ് ബയോ എത്തനോളിനുള്ളത് അല്ലെ. റിന്യൂവബിൾ സോഴ്സ് ആണ്, ക്ലിയർ ആണ് അല്ലെ, പെട്രോളിയത്തിനേക്കാളും ക്ലീൻ ആണ്. ദെൻ എന്താ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ആർ ലാർജ് എമൗണ്ട്സ് ലീഡിങ് ടു പ്രോബ്ലംസ് സച്ച് ആസ് സോയിൽ ഇറോഷൻ, ഡിഫോറസ്റ്റേഷൻ. അപ്പൊ കൂടുതലായിട്ട് ഉള്ള അതിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സോയിൽ ഇറോഷൻ അല്ലെ, മണ്ണൊലിപ്പ്, ഡിഫോറസ്റ്റേഷൻ ഒക്കെ കാരണമാകുന്നുണ്ട്. ദെൻ ടിപ്പിക്കൽ കറണ്ട് എൻജിൻസ് വുഡ് റിക്വയർ മോഡിഫിക്കേഷൻസ്. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് അതിന് മോഡിഫിക്കേഷൻസ് ആവശ്യമാണ്. ദെൻ എക്സ്പെൻസീവ് ആണ്. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ബയോഡീസൽ. Biodiesel, an alternative diesel fuel, is made from renewable biological source such as vegetable oils and animal fats. നമ്മൾ പറഞ്ഞല്ലോ, ആനിമൽ ഫാറ്റ്സിൽ നിന്നോ വെജിറ്റബിൾ ഓയിൽസിൽ നിന്നോ എക്സ്ട്രാക്ട് ചെയ്തതിനെയാണ് നമ്മൾ ബയോഡീസൽ എന്ന് പറയുന്നത്. Okay, similar to petroleum diesel fuel in structure and number of carbon atoms. അപ്പം ഇതെന്ന് പറയുന്നത് പെട്രോളിയം ഡീസലിന് ഏകദേശം സിമിലർ ആണ്. അതിന്റെ ചെയിൻ ആയാലും അതിന്റെ ഒരു കെമിക്കൽ സ്ട്രക്ചറും അല്ലെ, കാർബൺ ആറ്റംസ് ഒക്കെ ഏതാണ് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ് ഒക്കെയാണ് ബയോഡീസലിനുള്ളത്. The biodiesel can be prepared by ട്രാൻസെസ്റ്ററിഫിക്കേഷൻ. അപ്പം ബയോഡീസൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബയോ എത്തനോള് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഫെർമെന്റേഷൻ അല്ല, 4 സ്റ്റേജ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെയാണ് ബയോ എത്തനോള് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ബയോഡീസൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ബയോഡീസൽ. Railway usage, aircraft use as a heating oil, cleaning oil spills, then biodiesel in generators, vehicles. അപ്പൊ ഇത്രയും റെയിൽവേയിലൊക്കെ നമ്മൾ എയർക്രാഫ്റ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റിംഗ് ഓയിലായിട്ടും ക്ലീനിങ് ഓയിൽ സ്പിൽസിനെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയോഡീസൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വെഹിക്കിൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. Then advantages and disadvantages of biodiesel. Advantages are can be used pure biodiesel. Then biodiesel has shorter ignition delay compared to standard diesel. Then biodiesel has no sulfur content and so it does not contribute to acid rain formation. ബയോഡീസലിന് എന്തില്ല, സൾഫർ കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ആസിഡ് റെയിൻ്റെ ഫോർമേഷൻ ഒന്നും ഒരു കാരണമാകില്ല. Then biodiesel has good lubricating properties better than standard diesel. അപ്പൊ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലായിട്ടല്ലേ. ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ അല്ലെ, വഴുതുന്ന അല്ലെ, ലൂബ്രിക്കൻസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയല്ലോ, മെഴുക് രൂപത്തിലുള്ളത് അല്ലെ. അപ്പൊ ലൂബ്രിക്കന്റ് പ്രോപ്പർട്ടീസ് കൂടുതലാണ്. ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബയോഡീസൽ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ എക്സ്പെൻസീവ് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് ഡീസൽ. എക്സ്പെൻസീവ് ആണ്. ബയോഡീസൽ ക്യാൻ റിലീസ് നൈട്രജൻ ഓക്സൈഡ് വിച്ച് ക്യാൻ ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് സ്മോഗ്. സൾഫർ കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ആസിഡ് ഫോർമേഷന് കാരണമാകില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയി പറയാം. പക്ഷെ അതിൽ എന്തുണ്ട്, നൈട്രജൻ ഓക്സൈഡ് മിക്സിങ് അല്ലെ, അതിലൊരു മിക്സ്ചർ ആണ് അല്ലെ, അതിലൊരു ഇൻഗ്രീഡിയന്റ് ആണ് എന്താ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിന്, സ്മോഗിന്റെ ഫോർമേഷന് കാരണമാകുന്നുണ്ടെന്ന് പറയാം. Then pure biodiesel has significant problems with low temperatures. ലോ ടെമ്പറേച്ചറിൽ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഫുഡ് സ്റ്റോറേജ് ക്യാൻ ബി ഒക്കേർഡ്. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. Then comparison between bioethanol and biodiesel. പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ, ബയോ എത്തനോളിൽ ഫെർമെന്റേഷൻ, ബയോഡീസലിൽ ട്രാൻസെസ്റ്ററിഫിക്കേഷൻ. എൻവയോൺമെന്റൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബോത്ത് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അല്ലെ. രണ്ടും ബയോഫ്യൂവൽസ് ആണ്. ബയോഫ്യൂവൽസ് എന്ന് പറയുന്നത് തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറയ്ക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുതന്നെ ബോത്ത് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ദെൻ കോമ്പാറ്റിബിലിറ്റി, അത് ഓർക്കണമെന്നില്ല. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് ചീപ്പറാണ്. ബയോ എത്തനോൾ ചീപ്പറാണ്, പക്ഷെ ബയോ ഡീസൽ എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ്. ഇതൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഇത് മാത്രം ഓർക്കുക പ്രോസസ് ഏതാണെന്നുള്ളത്. ഫെർമെന്റേഷൻ ബയോഡീസലിൽ ട്രാൻസെസ്ട്രിഫിക്കേഷനുമാണ് നടക്കുന്നത്. ദെൻ എൻവയോൺമെന്റൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബോത്ത് ആർ റെഡ്യൂസ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ദെൻ പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് ചീപ്പ്, അതായത് ലെസ് എക്സ്പെൻസീവ് ആണ്, മോർ എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ബയോബ്യൂട്ടനോൾ.
The term biobutanol refers to butanol made from renewable resources such as grain or corn stalks by fermentation process. അപ്പം കോൺ സ്റ്റോക്കും അല്ലെങ്കിൽ ഗ്രെയിൻസിൽ നിന്നൊക്കെ അത് ഫെർമെന്റേഷൻ ചെയ്തിട്ട് എടുക്കുന്ന എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ബയോഫ്യൂവലിനെയാണ് ബയോബ്യൂട്ടനോൾ എന്ന് പറയുന്നത്. അതായത് കോൺ സ്റ്റോക്കിൽ നിന്നോ ഗ്രെയിനിൽ നിന്നൊക്കെ ഫെർമെന്റേഷൻ പ്രോസസ്സ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ബയോഫ്യൂവൽസിനാണ് ബയോബ്യൂട്ടനോൾ എന്ന് പറയുന്നത്. ദെൻ ബാക്ടീരിയ നോൺ ആസ് സോൾവെന്റോജനിക് ക്ലോസ്ട്രിഡിയ ഈസ് യൂസ്ഡ്. അപ്പൊ അതിൽ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ബാക്ടീരിയ യൂസ് ചെയ്യുന്നത് ഏതാ? സോൾവെന്റോജനിക് ക്ലോസ്ട്രിഡിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് യൂസ് ചെയ്യുന്നത്. Butanol is more similar to gasoline than ethanol. Okay, butanol is more similar to gasoline than ethanol. എത്തനോളിനേക്കാളും കൂടുതൽ സിമിലർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ബയോഫ്യൂൽ ആണ് ബ്യൂട്ടനോൾ എന്ന് പറയുന്നത്. Then butanol applications, gasoline and brake fluid, സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫോർ പെയിൻസിലൊക്കെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോട്ടിങ്സിനും വാർണിഷസിനൊക്കെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ പ്ലാസ്റ്റിസിസേഴ്സ് ടു ഇംപ്രൂവ് ഹൗ എ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് പ്രോസസ്. ദെൻ കോട്ടിങ്സ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. Coatings as a solvent for variety of applications. Then chemical intermediate or raw material for other chemical and plastic. Then textiles as a swelling agent from coated fabric. Then cosmetics makeup, nail care products, shaving products. Then butanol can be used in car. ഇത്രയാണ് ആപ്ലിക്കേഷൻസ് പറയുന്നത്. കോസ്മെറ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ പറ്റും അല്ലെ. ബയോബ്യൂട്ടനോൾ മേക്കപ്സിലും നെയിൽ കെയർ പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബയോബ്യൂട്ടനോൾ എന്ന് പറയുന്നത്. പിന്നെ ടെക്സ്റ്റൈൽസിൽ എന്താ സ്വെല്ലിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ പിന്നെ കെമിക്കൽസിലും പ്ലാസ്റ്റിക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ബയോഗ്യാസ്. ബയോഗ്യാസ് ഈസ് എ ഫ്യൂവൽ യൂസ്ഡ് ആസ് ഡൊമസ്റ്റിക് പർപ്പസ്. നമുക്ക് അറിയാവുന്നതല്ലേ, നമ്മൾ ഫെമിലറൈസ്ഡ് ആണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ബയോഗ്യാസ് ഈസ് എ ഫ്യൂവൽ യൂസ്ഡ് ആസ് ഡൊമസ്റ്റിക് പർപ്പസ് obtained from cow manure, fruit and vegetable waste. Biogas is produced by the breakdown of organic waste by bacteria without oxygen anaerobic digestion. ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാകും. അപ്പൊ ഏകദേശം എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന പ്രോസസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ്. കോംപ്ലക്സ് ഓർഗാനിക് മാറ്റേഴ്സ് is decomposed into simple soluble organic molecules using water. അല്ലെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും? ഡികമ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ അല്ലെ ഡികമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങും. സിമ്പിൾ സൊല്യൂബിൾ ഓർഗാനിക് മോളിക്യൂൾസിലേക്ക് അത് ഡികമ്പോസ് ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ ഓർ ആസിഡോജെനിസിസ്. അത് ജനറേഷൻ ഓഫ് intermediary products such as a short chain fatty acids, hydrogen producing and acetogenic organism. അതായത് പിന്നെയുള്ള പ്രോസസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ ഓർ ആസിഡോജെനിസിസ് എന്ന് പറയുന്നതാണ്. അതായത് ആസിഡോജെനിസിസ് എന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഹൈഡ്രോളിസിസ് കഴിഞ്ഞാൽ ഫെർമെന്റേഷനോ ആസിഡോജെനിസിസ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. അതെന്ന് പറയുന്നത് ഒരു ഒരു ഫാറ്റി ആസിഡിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് അസറ്റോജെനിസിസ്, അസറ്റേറ്റ് പ്രൊഡക്ഷൻ. അപ്പൊ ഇത് ഈ സ്റ്റേജസ് പഠിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ ഈ ബയോഗ്യാസിനെ കുറിച്ച് ബയോഗ്യാസ് പ്ലാന്റിനൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രോസസ് ആണെന്നുള്ളത് പഠിച്ചിരിക്കുക. അപ്പൊ നോട്ട്സ് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് തരും കേട്ടോ. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെത്തനോജെനിസിസ്. അപ്പൊ ഇതിന്റെ പേരെങ്കിലും പഠിച്ചു വെക്കുക, മീഥേൻ പ്രൊഡക്ഷൻ. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഉണ്ടാകുന്നത് മീഥേൻ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, മീഥേൻ ഫോമിങ് ബാക്ടീരിയ. ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ സിമ്പിൾ സൊല്യൂബിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഡികമ്പോസ് ചെയ്യുക. ദെൻ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ ആസിഡോജെനിസിസ് എന്ന് പറയും. അതായത് ഒരു ഫാറ്റി ആസിഡ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ദെൻ അസറ്റോജെനിസിസ് എന്ന് പറയുന്നത് അസറ്റേറ്റ് പ്രൊഡക്ഷൻ. അതായത് ഹൈഡ്രജൻ പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കൺസ്യൂമിങ് അസറ്റോജെനിക് ഓർഗാനിസം. ഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ, ആ ഒരു പ്രോസസ്സിനെയാണ് അസറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ദെൻ മെത്തനോജെനിസിസ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മെത്തനോജെനിസിസ്, അതായത് പ്രൊഡക്ഷൻ ഓഫ് മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റേജ്. അത്രയും പ്രോസസ്സിലൂടെയാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ബയോഗ്യാസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ പറയാൻ പറ്റുന്നത് ബയോഫ്യൂവലിന് ഒരു എക്സാമ്പിൾ പറയുന്നത് ഏവിയേഷൻ ബയോഫ്യൂവൽ.
Aviation fuel is a specialized type of petroleum-based fuel which is used to power aircraft along with any other industries. The aviation sector needs a substitute for these fossil fuels. In order to biofuel to complete with fossil fuel, they need to pack more punch. അപ്പം ഏവിയേഷൻ സെക്ടറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഏവിയേഷൻ ബയോഫ്യൂൽ എന്ന് പറയുന്നത്. ഓൺഗോയിങ് ഫ്യൂൽ ടേസ്റ്റ് demonstration flights and proven refining technology have given the aviation industry the confidence that bio-derived jet fuel blends can be created to meet the industry's strength safety and technical fuel standards. But as on today, aviation biofuel is more of a research curiosity than a practical consideration. അപ്പം കൂടുതലായിട്ടും ഏവിയേഷൻ സെക്ടറിൽ യൂസ് ചെയ്യുന്നതാണ് ഏവിയേഷൻ ബയോഫ്യൂൽ. അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഏവിയേഷൻ സെക്ടറിലാണ് ഏവിയേഷൻ ബയോഫ്യൂൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഏവിയേഷൻ ഇപ്പം കൂടുതലായിട്ടും അതൊരു പ്രാക്ടിക്കൽ കൺസിഡറേഷന് പകരം ഇപ്പം കൂടുതലായിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏവിയേഷൻ ഫ്യൂൽസ് യൂസ് ചെയ്യുന്നത്. റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏവിയേഷൻ ബയോഫ്യൂൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ എന്താ പറയാ വെഹിക്കിളിന്റെ ഫ്യൂൽസ് ആയിട്ടും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. Then advanced biofuel. The term advanced biofuel is a bit misleading because any biofuel can be advanced as long as it is made from sustainable feedstock. The definition of a sustainable feedstock is not well developed, but in general, a feedstock is considered sustainable if it is available in large enough quantity to meet a reasonable proportion of our energy demands. അപ്പം അഡ്വാൻസ്ഡ് ബയോഫ്യൂൽ എന്ന് പറയുന്നത് ഏകദേശം അത് ആ ഒരു ടേം എന്ന് പറയുന്നത് എന്താ അല്ലെ, അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അതിന്റെ ഫീഡ് സ്റ്റോക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഫ്യൂൽസിനാണ് നമ്മൾ അഡ്വാൻസ്ഡ് ബയോഫ്യൂൽ എന്ന് പറയുന്നത്. അല്ല, അതിന്റെ ഫീഡ് സ്റ്റോക്ക് നമുക്ക് കൂടുതലായിട്ട് കോമൺ ആയിട്ട് അവൈലബിൾ ആണെങ്കിലാണ് അഡ്വാൻസ്ഡ് ബയോഫ്യൂൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹാസ് എ ലിമിറ്റഡ് ഇമ്പാക്ട് ഓൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അതിനെന്താ, അഡ്വാൻസ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറവായിരിക്കും. ഡസ് നോട്ട് ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ബയോഡൈവേഴ്സിറ്റി, ഡസ് നോട്ട് റിസൾട്ട് ഇൻ മേജർ ലാൻഡ് യൂസ് ചേഞ്ചസ്. അപ്പം ഈ അഡ്വാൻസ്ഡ് ബയോഫ്യൂൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അല്ലെ, ബയോഫ്യൂൽസിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് കുറവായിരിക്കും, ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല, പിന്നെ ലാൻഡ് യൂസ് ചേഞ്ചസിനൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇടയില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിരിക്കേണ്ടത് ബയോ ബ്യൂട്ടനോൾ, ബയോ എത്തനോൾ, ബയോഗ്യാസ്. അപ്പൊ ആ പറഞ്ഞ 4 നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അതായത് ബയോഗ്യാസ് പറഞ്ഞു, ദെൻ ബയോബ്യൂട്ടനോൾ പറഞ്ഞു, ദെൻ ബയോഡീസൽ, ദെൻ ബയോ എത്തനോൾ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Advantages of biogas. Advantages of biogas: to reduce air and waste pollution, more environment friendly fertilizers, reduce greenhouse gas emissions, concerns about waste management in the agricultural and food industry, and energy security. Biogas inde advantages aanu ട്ടോ, biogas inde advantages aanu. Then applications of biogas. Biogas indike use cheyyunnathu cooking, lighting alle, then fuel for engine. Then അപ്പം ഇത് ബയോഗ്യാസിന്റെ ആണ് പറഞ്ഞിട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ബയോഗ്യാസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോഗ്യാസിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യും, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ കൺസേൺ അബൌട്ട് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയാ നമുക്ക് നന്നായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് അല്ലെ. ബയോഗ്യാസ് പ്ലാന്റിലൂടെ നമുക്ക് കിച്ചൺ വേസ്റ്റ് ഒക്കെ നമുക്ക് നീറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെയൊക്കെ കൺസംഷൻ നല്ല രീതിയിൽ നടത്താനായിട്ട് പറ്റും അല്ലെ. കൂടുതലായിട്ടും എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ എനർജി സെക്യൂരിറ്റി, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജി ആണെന്ന് പറയാം. ദെൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുക്കിംഗ്, ലൈറ്റിംഗ്, ഫ്യൂൽ ഫോർ എൻജിൻ. ദെൻ ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ബയോഫ്യൂൽസ്. ഈ കോമൺ ആയിട്ട് എല്ലാ ബയോഫ്യൂൽസിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. റിന്യൂവബിൾ ആണ്, റിഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, എക്കണോമിക് സെക്യൂരിറ്റി, ഈസി ടു സോഴ്സ്, ലോവർ ലെവൽ ഓഫ് പൊല്യൂഷൻ അല്ലെ. റിന്യൂവബിൾ സോഴ്സ് ആണെന്ന് പറയാം, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കുറവാണ്, എക്കണോമിക് സെക്യൂരിറ്റി കുറച്ച് അല്ലെ, എക്കണോമിക്കലാണ് എന്താ പറയാ
ലെസ് എക്സ്പെൻസീവ് ആണ്. അതാണ് എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കുറച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈസി ടു സോഴ്സ്, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് അല്ലെ. സോഴ്സസ് ഒക്കെ റിന്യൂവബിൾ സോഴ്സ് ആണെന്ന് പറയുന്നത് ഈസി ടു സോഴ്സ് ആണ്. ലോവർ ലെവൽ ഓഫ് പൊല്യൂഷൻ വളരെ കുറവാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ. നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാനാണെങ്കിൽ കുറച്ച് കോസ്റ്റ് മതിയെങ്കിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ അധികം കോസ്റ്റ് ആണ് അല്ലെ, മോർ എക്സ്പെൻസീവ് ആണ്. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ അല്ലെ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കുറച്ച് പൊല്യൂഷൻസ് ഒക്കെ ഇതുണ്ട്. അതായത് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് കുറവാണെങ്കിലും ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസ് കൂടുതലായിരിക്കും. ആൻഡ് ഫ്യൂച്ചർ റേസിംഗ് പ്രൈസ് അല്ലെ, വരും കാലങ്ങളിലെ ദിവസം തോറും അതിന്റെ പ്രൈസ് കൂടിക്കൂടി വരികയാണ്. ഷോർട്ടേജ് ഓഫ് ഫുഡ്, യൂസ് ഓഫ് ഫെർട്ടിലൈസർ, ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ?